നമസ്കാരം, മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ദയ. കൊല്ലത്ത് പ്രേമചന്ദ്രൻ മുകേഷ് മത്സരത്തിന് സാധ്യത. കോട്ടയത്തിന് പിന്നാലെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലേക്കുള്ള UDF സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു. RSP സീറ്റിംഗ് സീറ്റായ കൊല്ലത്തേക്ക് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം NK പ്രേമചന്ദ്രനെ തന്നെയാണ് 5ാം തവണയും RSP പരിഗണിക്കുന്നത്. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ആണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. സീറ്റിംഗ് MP ആയ NK പ്രേമചന്ദ്രൻ തുടർച്ചയായ 3ാം തവണയാണ് കൊല്ലത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തത് സംബന്ധിച്ച് പ്രേമചന്ദ്രനെതിരെ വിവാദം ശക്തമായിരിക്കെയാണ് കൊല്ലത്തേക്ക് പാർട്ടി വീണ്ടും പരിഗണിക്കുന്നത്. വിവാദത്തിന് പിന്നിൽ LDF ആണെന്നും ന്യൂനപക്ഷങ്ങളുടെ ഭയം മുതലാക്കി വോട്ട് നേടാനുള്ള തരംതാണ പ്രചരണങ്ങളാണ് LDF നടത്തുന്നതെന്നും പാർട്ടി സെക്രട്ടറി ഷിബു ബേബി ജോൺ പ്രതികരിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾ മുതൽ എല്ലാ ജനപ്രതിനിധി സഭകളിലും അംഗമായ അപൂർവ നേട്ടങ്ങൾക്കുടമയാണ് പ്രേമചന്ദ്രൻ. 1996, 98, 2014, 2019 വർഷങ്ങളിലാണ് നേരത്തെ കൊല്ലത്ത് നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2000 രാജ്യസഭാ അംഗവുമായിരുന്നു. 2006, 2011 കാലയളവിൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ജലവിഭവ വകുപ്പും കൈകാര്യം ചെയ്തിട്ടുണ്ട്. 17ാം ലോക്സഭയിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് സൻസദ് മഹാരത്ന പുരസ്കാരവും പ്രേമചന്ദ്രന് ലഭിച്ചു. പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോഴെല്ലാം വിജയം പ്രേമചന്ദ്രനൊപ്പമായിരുന്നു. 2014 MA ബേബിയും 2019 KN ബാലഗോപാലുമായിരുന്നു NK പ്രേമചന്ദ്രന്റെ എതിരാളികൾ. 2014 37,649 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു പ്രേമചന്ദ്രന്റെ ജയമെങ്കിൽ 2019 1,48,869 വോട്ടായി ഉയർത്തിയാണ് പ്രേമചന്ദ്രൻ ലോക്സഭയിലേക്ക് എത്തിയത്. ഇക്കുറി സീറ്റിംഗ് MLAയും നടനുമായ മുകേഷ് LDF സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം കോട്ടയത്തെ UDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജിനെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രഖ്യാപിച്ചിരുന്നു. LDFിലും നിലവിലെ MP തോമസ് ചാഴിക്കാടൻ തന്നെയാണ് കോട്ടയത്ത് മത്സരിക്കാനിറങ്ങുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ടെങ്കിലും പ്രഖ്യാപനം വൈകുകയാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളും മാറാനിടയില്ലെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, മെട്രോ വാർത്ത.